മറ്റൊരു ചോദ്യം ഒരുപക്ഷെ ഇവിടെ പ്രസക്തമാണ്. ആ ചോദ്യത്തിലേക്ക് ഞാൻ പോവുകയാണ്. സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണ് ജീവിതമെന്ന് പ്രണയത്തിൽ മാത്യൂസ് പറയുന്നുണ്ട്. ചേട്ടന് സ്വപ്നങ്ങളെക്കാൾ മനോഹരമാണോ ജീവിതം? തീർച്ചയായിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, യു ആർ ദ ഡിസൈഡിങ് ഫാക്ടർ ഓഫ് യുവർ ലൈഫ് എന്ന് പറയുന്ന പോലെയാണ്. സ്വപ്നം ചുമ്മാ രാവിലെ ഇരുന്ന് സ്വപ്നം കണ്ടാൽ പോരാ, അത് ആ സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഒരു 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 എന്താ പറയണ്ടേ, നിങ്ങൾ അതിലേക്ക് എനിക്കൊക്കെ നമ്മുടെ സ്വപ്നമാണ് വളരെ പ്രധാനം. എന്താ കാരണം വെച്ചാൽ ജീവിതത്തിൽ അതുപോലുള്ളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ ഒരുപാട് ശ്രമങ്ങൾ ചെയ്യണം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അലാദിൻ ആൻഡ് ജീനി എന്ന് പറയുന്നൊരു കാര്യം, നിങ്ങളുടെ സ്വപ്നം മാത്രം കണ്ടാൽ പോരാ, ആ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്കൊരു ഫയർ ഉണ്ടാകണം, ഒരു ഡ്രൈവ് ഉണ്ടാകണം അല്ലേ. അതിനെ സഹായിക്കാൻ ഒരുപാട് പേര് അറിഞ്ഞോ അറിയാതെ ഉണ്ടാകണം. അങ്ങനെയാണല്ലോ സ്വപ്നം ചിലപ്പോൾ ഫലിക്കുമല്ലോ എന്നാണ്. അങ്ങയുടെ സ്വപ്നം ഫലിക്കട്ടെ. താങ്ക് യു. ഞാൻ അങ്ങനെ അധികം സ്വപ്നം കാണാറില്ല സത്യമായിട്ട്. അതിനുള്ളൊരു സമയമൊക്കെ കഴിഞ്ഞു അല്ലേ. ഇനി ഞാൻ എന്താണ് സ്വപ്നം കാണേണ്ടതെന്ന്, അല്ലെങ്കിൽ ഞാൻ പണ്ടേ സ്വപ്നം കാണാതെ, ഞാൻ സാധാരണ സ്വപ്നമേ കാണാത്ത സ്വപ്നത്തിന് പ്രായമുണ്ടോ? അല്ലല്ല, അതിൻ്റെ മാക്സിമം കഴിഞ്ഞു. എല്ലാ സ്വപ്നങ്ങളും കഴിഞ്ഞു. ഒരു പക്ഷേ താങ്കളെ ഇനിയും വലിയൊരു സ്വപ്നങ്ങൾ കാത്തിരിപ്പുണ്ടാകാം. തീർച്ചയായും. അതല്ലെങ്കിൽ വേറെ ആൾക്കാർ ലാലിനെ കുറിച്ച് സ്വപ്നം കാണുന്നുണ്ടാകാം. ആയിക്കോട്ടെ. എന്നെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുന്ന ആളാണ് നെടുമുടി വേണു. മിക്ക ദിവസങ്ങളും എന്നെ കാണുകയല്ല. അത് ശരി. എല്ലാം നല്ല സ്വപ്നങ്ങളാണോ? ഇത്രയും പിന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള സ്വപ്നങ്ങൾ ഞാൻ കേട്ടിട്ടില്ല. വേണമെങ്കിൽ അതൊക്കെ വേണം ഒരു തിരക്കഥയായിട്ട് വേണം കൺവേർട്ട് ചെയ്യാം. പക്ഷേ എഴുതാം, പക്ഷെ പലരും വായിക്കില്ല. ലാലെ പക്ഷേ ഇത് വളരെ, അതായത് നെടുമുടി വേണു ഒരുപാട് പേര് എന്നെ സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പക്ഷേ വളരെ അപൂർവമായിട്ട് സ്വപ്നം കാണുന്നവരായിരിക്കും. നമ്മൾ സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്, നമ്മൾ പകുതി ഒരു ഉറക്കത്തിൽ നിന്ന് ചെറുതായിട്ട് ഉണരുന്ന സമയത്താണ് ആ രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മൾ സ്വപ്നമായിട്ട് അറിയുന്നത്. ഈ പുലർക്കാലത്തൊക്കെ കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് പണ്ട് കാരണവന്മാർ പറയാറുണ്ട്. രാവിലെ ഇപ്പോൾ ആരാണ് സ്വപ്നം കാണുന്നത്? ലാലിൻ്റെ ആരാധകർക്ക് പ്രായഭേദമന്യേ ഇല്ല, സീനിയോറിറ്റി ഇല്ല, ജൂനിയറോ അങ്ങനെ ഒന്നുമില്ല. അത് തെളിയിക്കുന്ന ഒരാളാണ്. എൻ്റെ രംഗത്ത് എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ വളരെ ലാഘവത്തോടുകൂടി വളരെ ഈസിയായിട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ്. കുറച്ച് പ്രായം കൂടുതലാണെങ്കിലും ഇൻ എ വേ ഞാൻ ലാലിൻ്റെ ഒരു ആരാധകനാണ്. ലാൽ, മധുസാർ, ഒരുപക്ഷെ മധുസാറിന് ചെയ്യാൻ കഴിയാത്തത് ലാൽ ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക, അദ്ദേഹത്തിന് അതിലൊരു സായുജ്യം കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും. ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരു സുഹൃത്ത് പോലെ കാണുന്ന ഒരാളാണ് മധുസാർ. അത്രയും ബന്ധം ഞങ്ങൾക്ക് ഹൃദയത്തിൽ ബന്ധമുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഒരേപോലെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് പിന്നെ സംസാരിക്കാറുണ്ട്, ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, ഒരു ചെറിയ കാര്യം പറയാം. ഞാൻ ഒരു രാജീവ് നാഥ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോയിരുന്നു. ഇപ്പം എനിക്കൊരു ഫോട്ടോ കിട്ടി, ഞാൻ അതിൽ ഊണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം, ഒരു 40 വർഷം, അത്രയൊക്കെ ആവും അല്ല, 40 ഉണ്ടാവും, 35 വർഷമൊക്കെ ആവും, 37 വർഷമൊക്കെ ആവും. അപ്പോൾ അവിടെ പോയി ആ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് ഞങ്ങളെ കാറിൽ ഡ്രൈവ് ചെയ്ത് വരുമ്പം ഏതോ ഒരു സ്ഥലത്ത് ഒരുപാട് ഈ മരച്ചീനി നട്ടിരിക്കുന്നു. പകൽ സമയമാണ്. അപ്പോൾ എനിക്ക് തോന്നിയ വണ്ടി അവിടെ നിർത്തിയിട്ട് ആരുടെ ഒരു പ്രോപ്പർട്ടിയാണ്, അതിൽ ചാടി ഇത് കുറച്ച് മരച്ചീനി പറിക്കുക. അതൊരു ത്രില്ലാണ് അന്നത്തെ. അതിൽ പിടിക്കപ്പെട്ടാൽ അതിന് രസം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വണ്ടി നിർത്തി, ഞങ്ങൾ അതിൻ്റെ അകത്തേക്ക് ചാടി ഈ മരച്ചീനി ഞാൻ പറിച്ച് ഇടുക്കി കൊണ്ടിട്ട് പോയി. അപ്പോൾ ഇതെപ്പോഴോ ഞാനിങ്ങനെ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ലാലെ ഞാനും ഇത് ചെയ്തിട്ടുണ്ട്. എവിടുന്നോ വരുന്ന സമയത്ത് പകൽ എനിക്കിതുപോലെ ഇങ്ങനെ ഇത് പറിച്ച് ഡിക്കി കൊണ്ടിട്ട് വണ്ടി ഓടിച്ചു പോയി, നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചു. അപ്പം ഞാൻ പറയുന്ന ഒരു ചെറിയ കാര്യമാണ്, പക്ഷേ മധുസാറിൻ്റെ വിധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വളരെ പിന്നെ അറിയാൻ പാടുള്ളതും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞത്, ആദ്യം ഞാൻ വന്നപ്പോൾ മുതൽ ഇത്തരം ആളുകളുടെ സ്നേഹത്തിലൂടെയാണ് ഞാൻ വളർന്നത്.
മധു സാറായാലും നസീർ സാറായാലും പിന്നെ ഇപ്പോൾ ഒരുപക്ഷെ ഞാൻ SP പിള്ള സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കൊട്ടാരക്കര സാറിൻ്റെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. SP പിള്ള സാറിൻ്റെ കൂടെയൊക്കെ വളരെ അപൂർവമായിട്ട് ആൾക്കാർ അഭിനയിച്ചിട്ടുണ്ടാവുള്ളൂ. അടൂർ ഭാസി സാറിൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. അവർക്കൊക്കെ സ്നേഹിക്കാൻ മാത്രമേ ഈ അറിയാവൂ. ഡിക്കിയുടെ ഈ കാറിൻ്റെ ഡിക്കിയിൽ ഈ മരിച്ചീനി ഇട്ട കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താ അറിയോ, പ്രിയൻ ചില സാധനങ്ങൾ ഡിക്കിയിലിട്ട് കൊണ്ടുപോയി. അതിലൊരു സാധനം ആരാന്നറിയോ? സാക്ഷാൽ മോഹൻലാൽ. അതെ അതെ. ഇങ്ങനെയുള്ള കുസൃതിത്തരങ്ങളും കുറുമ്പത്തരങ്ങളൊക്കെ വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ അയാളുടെ കാറിൻ്റെ വളരെ ദൂരം ഡിക്കിയിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ഉദയ സ്റ്റുഡിയോയിൽ നിന്ന് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നി എല്ലാ ദിവസവും കാറിൻ്റെ അകത്തല്ലേ യാത്ര ചെയ്യുന്നത്, ഇന്നൊരു ദിവസം ഡിക്കിയിലിരുന്ന് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആ ഡിക്കി കയറി യാത്ര ചെയ്ത് വന്ന് ഒരു വളരെ ലേറ്റ് നൈറ്റായി, രാത്രി ഒരു 2 മണിയൊക്കെ ആവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ വന്നിറങ്ങിയിട്ട് ആ സെക്യൂരിറ്റി എടുത്ത് പറഞ്ഞു, ആ ഡിക്കിയിലൊരു സാധനം ഉണ്ടോന്നെടുത്ത്. അയാളത് തുറന്നു. അയാളത് ഒരു ഹാർട്ട് അറ്റാക്കിൽ മരിക്കാത്തത് ഞങ്ങളുടെ ഗുരുത്വം. ഭയങ്കരമായിട്ട് പേടിച്ചില്ലേ അയാൾ തുറക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ അറിയാം? ലാലിൻ്റെ വേറെ ഒരുപാട് കാര്യം എനിക്കറിയാം, പക്ഷെ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പറയാവുന്ന കാര്യങ്ങളും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളും ഉണ്ട് അല്ലേ? അതെ, അതുകൊണ്ട് അത് ആ തിരിച്ചറിവിന് നന്ദി. ഇനി അഥവാ എന്തെങ്കിലും പറയണമെന്ന് ലാലിന് തോന്നുവാണെങ്കിൽ പറഞ്ഞോളൂ. ഇല്ല 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 ഇല്ല.